ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 50. നീ നമ്മെ ഉപദ്രവിച്ചത് എന്തിനാണ്? ഭാഗം 50. നീ നമ്മെ ഉപദ്രവിച്ചത് എന്തിനാണ് ഇവിടെ ആരംഭിക്കുന്നു. അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപത്തായി ചെറിയൊരു പർണശാലയുണ്ടായിരുന്നു. അവിടെയാണ് ഗുരുദേവൻ അധിക നേരവും വിശ്രമിച്ചിരുന്നത്. പുലികളും കടുവകളുമൊക്കെ അതിന് സമീപത്തുകൂടി പോവുക പതിവായിരുന്നു. അതിനാൽ പകൽ നേരത്ത് പോലും ആളുകൾക്ക് അവിടെ എത്തുവാൻ ഭയമായിരുന്നു. എന്നാൽ ഗുരുദേവൻ അവിടെയുള്ള സന്ദർഭങ്ങളിൽ ആർക്കും പർണശാലയിലെത്തുവാൻ ഭയമുണ്ടായിരുന്നുമില്ല. ഒരു ദിവസം രാത്രി ഏറെയായിട്ടും ഗുരുദേവൻ ഉറങ്ങാൻ കിടക്കാതെ പർണശാലയിൽ ചിന്താമഗ്നനായി ഇരിക്കുകയായിരുന്നു. മണ്ണെണ്ണ വിളക്കിലെ ചെറിയ പ്രകാശം കൊണ്ട് പർണശാലയ്ക്കകം പോലും വ്യക്തമായി കാണാനാവുമായിരുന്നില്ല. പെട്ടെന്ന് ഒരു കരിന്തേൾ എവിടെ നിന്നോ ഓടി വന്നു ഗുരുദേവൻ്റെ കാലിലൊരു കുത്തുകുത്തി. ആ നിമിഷം അസഹ്യമായൊരു വേദനയും പെരുപ്പും ഗുരുദേവന് അനുഭവപ്പെടുകയുണ്ടായി. പാദം മുതൽ ശിരസ് വരെ തീക്കനൽ കൊണ്ടു തൊട്ടതുപോലെയായിരുന്നു ആ അനുഭവം. നാം ഈ ജന്മത്തിൽ ഒരു പ്രാണിക്കും ദുഃഖം കൊടുത്തിട്ടില്ലല്ലോ. പൂർവജന്മത്തിലും ഇങ്ങനെയിരിക്കെ നീ നമ്മെ ഉപദ്രവിച്ചത് എന്തിനാണ്? അങ്ങനെ വിചാരം ചെയ്തുകൊണ്ട് നിലത്ത് പളുങ്കുപോലെയുള്ള വാൽ മുകളിലേക്ക് വളച്ചു കിടന്നിരുന്ന ആ കരിന്തേളിനെ ഗുരുദേവൻ ഒന്ന് തറപ്പിച്ചു നോക്കി. വന്യമൃഗങ്ങൾ പോലും ഗുരുദേവന് മുന്നിൽ ശാന്തരായി കിടക്കുന്നവരാണ്. വൈരബുദ്ധിയില്ലാത്ത ഗുരുദേവനെ ഉപദ്രവിക്കാൻ യാതൊരു ജീവിക്കും പ്രേരണയുണ്ടായിട്ടില്ല. എന്നാൽ ആ കരിന്തേൾ ഗുരുവിനെ ഉപദ്രവിക്കുക വഴി സ്വയം മൃത്യുവിനെ പ്രാപിക്കുവാൻ വിധിക്കപ്പെടുകയായിരുന്നു. ഗുരുദേവൻ്റെ നോട്ടം പതിച്ച ആ കരിന്തേൾ അതേ നിലത്ത് തന്നെ തൽക്ഷണം വിറകൊണ്ട് ചത്തുവീണു. അത് കണ്ടിട്ട് മഹാകൃപാലുവായ ഗുരുദേവൻ ആ നേരത്ത് ഇങ്ങനെ ആത്മഗതം ചെയ്തു. ഹാ കഷ്ടമേ, നിന്റെ ക്രൂരത നിമിത്തം നിനക്കിങ്ങനെ അനുഭവമായി എന്നല്ലാതെ നാം ഒന്നും ചെയ്തില്ലല്ലോ. അടുത്ത പ്രഭാതത്തിൽ സൂര്യൻ്റെ ഇളം രശ്മികളാൽ സ്നാനം ചെയ്ത് ഒരു സാധന എന്ന പോലെ ഒഴുകിക്കൊണ്ടിരുന്ന നെയ്യാറിൻ്റെ തീരത്തേക്ക് ആ കരിന്തേളിനെ ഒരു ഇലയിലെടുത്തുകൊണ്ട് ഗുരുദേവൻ നടന്നു. എന്നിട്ട് ഒരു ചന്ദനകാഷ്ടം കൊണ്ട് അതിനെ അവിടെ ദഹിപ്പിച്ചു. അതിനുശേഷം ആ ചാരം മറ്റൊരിലയിൽ പകർന്നെടുത്ത് നെയ്യാറിലൊഴുക്കി. വൈരമില്ലാത്തവനെ ഉപദ്രവിക്കുന്ന ഏതൊന്നിനും സ്വയം മൃതിക്കു കീഴടങ്ങേണ്ടി വരുമെന്ന പ്രകൃതിയുടെ പാഠം നിർവചിക്കുന്ന ഒരു സന്ദർഭമായി തീർന്നു അത്. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാ തവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവാ, തവ തിരുപാദം ശരണം തേടുന്നടിയങ്ങൾ ഞങ്ങൾ. പെരുകിയ വേദനയറുതി വരുത്താനവിടുന്നവതാരം, ചെറിയൊരു കുടിലിൽ ഉദയം ചെയ്തൊരു ചതയപ്പൊൻതാരം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 50. നീ നമ്മെ ഉപദ്രവിച്ചത് എന്തിനാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.